ഐതിഹ്യമാല അധ്യായം 36. പാഴൂർ പെരുന്തൃക്കോവിൽ. ഒരിക്കൽ ഒരു നമ്പൂരി വിവാഹം കഴിക്കണമെന്ന് നിശ്ചയിച്ച് ജാതകം നോക്കുവാനായി ചില സ്ത്രീ ജാതകങ്ങളും തൻ്റെ ജാതകവും കൊണ്ട് പാഴൂർ കണിയാരുടെ അടുക്കൽ ചെന്നു. കണിയാർ ജാതകങ്ങളെല്ലാം വാങ്ങി ആകെപ്പാടെ ഒന്ന് നോക്കിയിട്ട്, തമ്പുരാൻ ഇപ്പോൾ വിവാഹിതനായി ഉത്സാഹിക്കണമെന്നില്ല, അവിടേക്കിപ്പോൾ വലിയ ഗ്രഹപ്പിഴക്കാലമാണ്, ഒരു കൊല്ലത്തിനകം അവിടുന്ന് തീവിട്ടു പോകുമെന്ന് ജാതകം കൊണ്ട് കാണുന്നത്, അതിനാൽ ജാതകം നോക്കണമെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മതി. ഈ ഗ്രഹപ്പിഴ നീങ്ങി കിട്ടണമെങ്കിൽ അതിന് തക്കവണ്ണമുള്ള പുണ്യകർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്യണം, അതത്ര എളുപ്പമല്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്പൂരിക്ക് സാമാന്യത്തിലധികം വ്യസനമുണ്ടായി എന്നുള്ളത് പ്രത്യേകിച്ച് പറയണമെന്നില്ലല്ലോ. അദ്ദേഹം ഇതിന് മറുപടിയായി ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും നേരം സന്ധ്യമായി തുടങ്ങിയതിനാൽ പുഴയിലിറങ്ങിച്ചെന്ന് ഒരു നമ്പൂരിയുടെ ഇല്ലത്ത് പോയി അത്താഴവും കഴിച്ച് അവിടെ കിടന്നു. തൻ്റെ മരണത്തെക്കുറിച്ചുള്ള വിചാരം നിമിത്തം നമ്പൂരിക്ക് രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ല. അദ്ദേഹം അവിടെ കിടന്നുകൊണ്ട് ഈ ഗ്രഹപ്പിഴ നീങ്ങുന്നതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു തുടങ്ങി. അദ്ദേഹം വിചാരിച്ച് ഒടുക്കം ഒരു ക്ഷേത്രം പണിയിച്ച് ശിവപ്രതിഷ്ഠ കഴിപ്പിച്ച് അവിടെ നിത്യാദിദാനം, മാസവിശേഷം, ആട്ടവിശേഷം മുതലായവയ്ക്ക് വേണ്ടുവന്ന മുതൽ കൊടുക്കാമെന്ന് നിശ്ചയിക്കുകയും അതിനുള്ള മുതൽ തൻ്റെ മനസങ്കല്പം കൊണ്ട് നീക്കിവെക്കുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം വീണ്ടും കണിയാരുടെ അടുക്കൽ ചെന്നതിൻ്റെ ആയുസ്സിനെ കുറിച്ച് ഒന്നുകൂടി ചിന്തിച്ചു. അതൊന്ന് പറയണമെന്നും പറഞ്ഞു. കണിയാർ വീണ്ടും നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ദീർഘായുസാരോഗ്യം കാണുകയാൽ തമ്പുരാൻ എന്തോ വലുതായ ഒരു പുണ്യകർമ്മം ചെയ്തിരിക്കുന്നതായതുകൊണ്ട് ഇനി ഭയപ്പെടുവാനൊന്നുമില്ല, അവിടേക്ക് ദീർഘായുസ് ആരോഗ്യം സിദ്ധിച്ചിരിക്കുന്നു, ഇനി ഉടനെ വിവാഹം നടത്താമെന്ന് പറയുകയും ജാതകം നോക്കിക്കൊടുക്കുകയും ചെയ്തു. എങ്കിലും താൻ നിശ്ചയിച്ച പുണ്യകർമ്മം സാധിച്ചതിന് ശേഷമല്ലാതെ വിവാഹം കഴിക്കുന്നില്ലെന്ന് നമ്പൂരി തീർച്ചയാക്കി. അക്കാലത്ത് പാഴൂർ തന്നെ തച്ചുശാസ്ത്ര നിപുണനും യോഗ്യനുമായ ഒരു തച്ചൻ അല്ലെങ്കിൽ ആശാരി ഉണ്ടായിരുന്നു. നമ്പൂരി അവൻ്റെ അടുത്തിൽ ചെന്ന് വൈക്കത്ത് പെരുന്തൃക്കോവിൽ പോലെ ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കേണ്ടിയിരിക്കുന്നുവെന്നും അതിലേക്ക് ഒരു കണക്കുണ്ടാക്കുകയും സ്ഥാനം നിശ്ചയിക്കുകയും പണി നടത്തിച്ചു തരികയും ചെയ്യണമെന്നും പറഞ്ഞു. തച്ചൻ അപ്രകാരം തന്നെ ചെയ്യാമെന്ന് സമ്മതിക്കുകയും വൈക്കത്ത് പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിൻ്റെ ആകൃതി ഒപ്പിച്ച് കണക്കുണ്ടാക്കുകയും ക്ഷേത്രം പണിയുന്നതിന് പൂർവ്വവിഹീനയായ, അതായത് കിഴക്കോട്ടൊഴുകുന്ന പാഴൂർ പുഴയുടെ വഴക്കത്ത് ഒരു സ്ഥാനം കാണുകയും അവിടെ ആ കണക്കൊപ്പിച്ച് ഒരു അമ്പലം പണിതു തീർക്കുകയും ചെയ്തു. നമ്പൂരി അവിടെ ശിവപ്രതിഷ്ഠ, കലശം മുതലായവ നടത്തുകയും ഒരു മഹാക്ഷേത്രത്തിൽ വേണ്ടുവന്ന 5 പൂജ, 3 ശിവേലി, നവകം, പഞ്ചഗവ്യം മുതലായവ പ്രതിദിനം നടക്കുന്നതിനും മാസവിശേഷം, ആട്ടവിശേഷം മുതലായവയ്ക്ക് വേണ്ടുന്ന വസ്തുവകകൾ ആ ദേവന്റെ വകയ്ക്കായി കൊടുക്കുകയും ചെയ്തു. ഇപ്രകാരമാണ് പാഴൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രമുണ്ടായത്. ആ ക്ഷേത്രം വൈക്കത്ത് പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിൻ്റെ ആകൃതിയിൽ തന്നെയാണ് ഇപ്പോഴും കാണപ്പെടുന്നത്. ഇനി ഈ ക്ഷേത്രം സംബന്ധിച്ചുള്ള ചില വിശേഷങ്ങൾ പറയുവാനുണ്ട്, അവ താഴെ പറയാം. പാഴൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രം പണി നടത്തിയ തച്ചപ്പണിക്കാരൻ നല്ല കണക്കനായിരുന്നുവെന്നും മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ അവനെ ക്ഷേത്രങ്ങൾക്ക് കണക്ക് നിശ്ചയിക്കുന്നതിനും സ്ഥാനം കാണുന്നതിനും മറ്റുമായി പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്ന് കൊണ്ടുപോവുക പതിവായിരുന്നു. ക്ഷേത്രം പണി തുടങ്ങിയാൽ അത് മുഴുവനായി കലശം കഴിയുന്നതുവരെ പ്രധാന തച്ചൻ പൂണൂൽ ധരിച്ചിരിക്കണമെന്നും ക്ഷൗരം ചെയ്യിപ്പിക്കുവാൻ പാടില്ലെന്നും ഒരേർപ്പാടുണ്ടല്ലോ. അതിനാൽ ഈ തച്ചപ്പണിക്കൻ എന്നും പൂണൂൽ ധരിച്ചുകൊണ്ടും ക്ഷൗരം ചെയ്യിക്കാതെയുമാണ് ഇരുന്നിരുന്നത്. ക്ഷേത്രം പണിക്ക് പ്രാധാന്യം വഹിച്ചുകൊണ്ടിരിക്കുവാനല്ലാതെ അവന് സമയം കിട്ടിയിരുന്നതേയില്ല. അവൻ്റെ ചുമതലയിൽ ഒരു സ്ഥലത്ത് ഒരമ്പലം പണി തുടങ്ങിയാൽ അത് മുഴുവനാകുന്നതിന് മുമ്പ് വേറെ 4 ദിക്കിൽ തുടങ്ങും. അതിനാൽ അവൻ എന്നും താടിയും തലയും വളർത്തിക്കൊണ്ട് പൂണൂൽ ധരിച്ചുകൊണ്ടുമിരുന്നു. അവൻ്റെ ദേഹം വെളുത്തും ചുവന്നും തുടിച്ചിരുന്നു. സ്വല്പം കുടവയറുമുണ്ടായിരുന്നു. കാഴ്ചയിനവൻ നല്ല ശ്രീമാനും തേജസ്വിയും ആകപ്പാടെ യോഗ്യനുമായിരുന്നു. ഇതെല്ലാം കൊണ്ടും ഇവനെ കണ്ടിട്ട് പരിചയമില്ലാത്തവർ ഒരാഢ്യൻ നമ്പൂരിയാണെന്ന് തെറ്റിദ്ധരിക്കുക സാധാരണമായിരുന്നു. ഈ തച്ചപ്പണിക്കനെ ഒരിക്കൽ ഒരു അമ്പലത്തിന് സ്ഥാനം നോക്കി നിശ്ചയിക്കുവാനായി കായക്കുളത്ത് രാജാവിൻ്റെ കൽപ്പന പ്രകാരം ആളുകൾ വന്ന് ഒരു തോണിയിൽ കയറ്റിക്കൊണ്ടുപോയി. ആ തോണി വേമ്പനാട്ട് കായലിലായപ്പോൾ തെക്ക് നിന്ന് വടക്കോട്ടൊരു ബോട്ട് വരുന്നത് കണ്ടു. ആ ബോട്ടിൽ പുരാടംബരുന്ന ശക്തനായ ചെമ്പകശ്ശേരി, അതായത് ആലപ്പുഴ രാജാവായിരുന്നു. ബോട്ടും തോണിയും തമ്മിൽ ഒട്ടെടുത്തപ്പോൾ തന്നെ രാജാവ് തച്ചപ്പണിക്കിനെ കാണുകയും വിശിഷ്ടനായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനാണെന്ന് തീർച്ചപ്പെടുത്തി ബോട്ടിനകത്ത് എണീറ്റ് നിൽക്കുകയും ചെയ്തു. രാജാവിനെ കണ്ട് തോണിയിൽ തച്ചനും എണീറ്റ് നിന്നു. ബോട്ടും തോണിയുമായി നല്ലപോലെ അടുത്തപ്പോൾ രാജാവ് തച്ചനോട് ആരാണ് എന്ന് ചോദിച്ചു.
വിക്കി വിക്കിയ ആരാണ് എന്നാണ് ചോദിച്ചത്. തച്ചപ്പടിക്കനും വിക്കിയിരുന്നതിനാൽ ആ അടിയൻ തത്തത്തച്ചനാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇവൻ തന്നെ ആഭിജാത്യമുള്ള ആഢ്യന്മാരിൽ ആരെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ച് ബ്രാഹ്മണനായ താൻ സബഹുമാനം എണിനേറ്റി നിന്ന് പോയതാണെന്നുള്ള കുണ്ഠിതവും തച്ചനും വിക്കി വിക്കി പറഞ്ഞത് തന്നെ പരിഹസിച്ചാണെന്നുള്ള വിചാരവുമുണ്ടായി. കോപവും രാജാവിനുണ്ടായി. ഉടനെ അദ്ദേഹം ഒരു വാളുമായി ആ തോണിയിൽ ചാടിക്കയറുകയും തച്ചന്റെ കഴുത്ത് വെട്ടിമുറിച്ച് കായലിലിടുകയും ചെയ്തിട്ട് പോകേണ്ടായിരുന്ന ദിക്കിലേക്ക് പോവുകയും ചെയ്തു. ആ ദിവസം പാഴൂർ പെരുന്തൃക്കോവിലിൽ ഉച്ചശീവേലി കഴിഞ്ഞ് എഴുന്നള്ളിച്ച് ആദ്യത്തെ പ്രദക്ഷിണം കിഴക്കേ നടയിലായപ്പോൾ മതി, അകത്തെഴുന്നള്ളിച്ചത് നടപൂട്ടട്ടെ, എന്റെ തച്ചൻ മരിച്ചിരിക്കുന്നു, എനിക്ക് അതുകൊണ്ടുള്ള വ്യസനം സഹിക്കവയ്യാതെയായിരിക്കുന്നു എന്നൊരു അശരീരി വാക്ക് കേൾക്കപ്പെട്ടു. ഇത് പാഴൂർ പെരുന്തൃക്കോവിൽ ഭഗവാന്റെ അരുളപ്പാടാണെന്ന് വിശ്വസിച്ച് ഉടനെ അകത്തെഴുന്നള്ളിക്കുകയും നടപൂട്ടുകയും ചെയ്തു. ഇപ്പോഴും അവിടെ ഉച്ചശീവേലിക്കൊരു പ്രദക്ഷിണമേ പതിവുള്ളൂ. പാഴൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിൽ പതിവായി നിവേദ്യം വയ്ക്കുകയും മറ്റുള്ളവ അരിയളന്ന് കൊടുക്കുകയും മുതലായവ പ്രവൃത്തികൾ നടത്തുന്നതിന് ഒരു മൂത്തതുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആ ക്ഷേത്രത്തിൽ നിന്നും പല അനുഭവങ്ങളും ആദായങ്ങളും നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വലിയ ചതുരംഗ പോരാകനായിരുന്നു. ചതുരംഗം വെച്ച് അദ്ദേഹം പലതവരെയും തോൽപ്പിക്കുകയും ആരോടും തോൽക്കാതിരിക്കുകയും ചെയ്തിരുന്നതിനാൽ ചതുരംഗത്തിൽ തന്നെ തോൽപ്പിക്കുന്നതിന് ഭൂലോകത്താരുമില്ലെന്ന് ഒരഹന്ത അദ്ദേഹത്തിന് കലാശായി തീർന്നു. അങ്ങനെയിരിക്കുന്ന കാലത്ത് ആ ദേശക്കാരനും കൂറൂറ് എന്ന ഇല്ലപ്പേരുമായ ഒരു നമ്പൂരി ഈ മൂത്തതും കൂടി ഒരു ദിവസം ചതുരംഗം വെക്കുകയും നമ്പൂരി മൂത്തതിനെ തോൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ മൂത്തത് ഒരു വര കൂടി വെക്കുകയാണെങ്കിൽ ഞാൻ അങ്ങേ തോൽപ്പിക്കും എന്ന് പറഞ്ഞു. തോൽപ്പിച്ചില്ല, മൂത്തതിനെ ഞാൻ തോൽപ്പിക്കുകയാണ് ചെയ്തതെങ്കിലോ എന്ന് നമ്പൂരി തിരിച്ചു ചോദിച്ചു. അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് ഈ ക്ഷേത്രത്തിലുള്ള അവകാശങ്ങൾ മുഴുവനും ഞാൻ അങ്ങയ്ക്കൊഴിഞ്ഞു തന്നേക്കാം എന്ന് മൂത്തത് പറഞ്ഞു. അപ്രകാരം മൂത്തതിനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചതിന് ശേഷം നമ്പൂരി മൂത്തതിനോടും കൂടി വീണ്ടും ചതുരംഗം വെക്കുകയും മൂത്തതിനെ തോൽപ്പിക്കുകയും ചെയ്തു. മൂത്തത് സത്യപ്രകാരം ക്ഷേത്രത്തിലെ സകല അവകാശങ്ങളും നമ്പൂരിക്ക് ഒഴിഞ്ഞുകൊടുത്തിട്ട് കുടുംബസഹിതം ആ ഒരു ദേശത്തിൽ നിന്ന് പോയി കളഞ്ഞു. അതിനാൽ ഇപ്പോഴും പാഴൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിൽ മൂത്തതില്ല. മൂത്തത് നടത്തി വന്നിരുന്ന പ്രവൃത്തികളെല്ലാം ഇപ്പോൾ അവിടെ കുറൂര് നമ്പൂരിമാരുടെ ആൾക്കാരായ ചിലരാണ് നടത്തുവരുന്നത്. മൂത്തതിനുണ്ടായിരുന്ന അനുഭവങ്ങളെല്ലാം ദേവസ്വത്തിൽ നിന്ന് കുറൂര് നമ്പൂരിക്ക് കൊടുത്തിട്ട് വരുന്നുണ്ട്. പാഴൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് വളരെ പഴക്കമുള്ളതായ ഒരു വരിക്കപ്ലാവ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതുണ്ടായത് എന്താണെന്ന് ഓർമ്മയുള്ളവരായി ആ ദിക്കിൽ ആരുമില്ല. വലിയ വയോവൃദ്ധന്മാരോട് ചോദിച്ചാലും അവർക്ക് ഓർമ്മയുള്ള കാലം മുതൽ അതങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറയും. അതിനെ കീഴ്ലോകത്ത് വരിക്ക എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. ആ പ്ലാവിന്റെ ആഗമനത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഏറ്റവും രസകരമാണ്. ഒരിക്കൽ പാഴൂർ പെരുന്തൃക്കോവിലിലെ കലശക്കുടങ്ങൾ മുക്കുവാനായി ക്ഷേത്രത്തിൽ പ്രവൃത്തിക്കാരൻ ഒരാൾ പുഴയിൽ കൊണ്ടുപോയി. ആ കൂട്ടത്തിൽ ഒരു സ്വർണ്ണക്കുടം കൂടെ ഉണ്ടായിരുന്നു. അത് ക്ഷേത്രത്തിൽ പതിവായിട്ടുള്ള നവകത്തിന് ബ്രഹ്മക്കുടമായി ഉപയോഗിക്കുന്നതായിരുന്നു. ആ കുടം മുക്കിയപ്പോൾ കയ്യിൽ നിന്ന് തെറ്റി വെള്ളത്തിൽ പോവുകയും പുഴയിൽ താണുപോവുകയും ചെയ്തു. ഉടനെ ആ കഴക്കാരൻ അയ്യോ പൊൻകുടം പോയല്ലോ എന്ന് പറഞ്ഞ് ആറ്റിൽ ചാടി മുങ്ങി. കുടം താണു പോകുന്നത് അയാൾക്ക് കാണാമായിരുന്നു. എങ്കിലും പിടിക്കാൻ കിട്ടിയില്ലാഞ്ഞതിനാൽ അയാളും കുടത്തിന്റെ പിന്നാലെ പോയി. അങ്ങനെ വളരെ താഴെ ചെന്നപ്പോൾ വെള്ളം അവസാനിക്കുകയും അവിടം ഒരു കരപ്രദേശമായി കാണപ്പെടുകയും ചെയ്തു. അവിടെ കുറെ ആളുകൾ കൂടി ചക്കപ്പഴം തിന്നുകൊണ്ടിരിക്കുകയായി. അവർ ഈ മനുഷ്യനെ കണ്ടപ്പോൾ ഒരു തുണ്ടൻ ചക്കപ്പഴം ഇയാൾക്ക് തിന്നാനായി കൊടുക്കുകയും അതിലുള്ള കുരുവെല്ലാം തിരികെ ഏൽപ്പിക്കണമെന്ന് പറയുകയും ചെയ്തു. അയാൾ ആ ചക്കപ്പഴം തിന്നു നോക്കി. അപ്പോൾ അതിൻ്റെ മാധുര്യം അസാധാരണമായി തോന്നി. അത്ര വിശേഷിപ്പിക്കപ്പെട്ട ചക്കപ്പഴം അയാൾ അതിനു മുമ്പ് ഒരിക്കലും തന്നിട്ടില്ലായിരുന്നു. എന്തായാലും ഇതിൻ്റെ ഒരു കുരു തട്ടിയെടുത്ത് നമ്മുടെ ദിക്കിൽ കൊണ്ടുപോകണമെന്ന് അയാൾ നിശ്ചയിക്കുകയും അവിടെയുള്ളവരറിയാതെ ഒരു കുരു മുണ്ടിനടിയിൽ ഒളിച്ചു വെക്കുകയും ചെയ്തു. പിന്നെ ആ മനുഷ്യൻ പൊൻകുടവും എടുത്ത് അവിടെ ഉണ്ടായിരുന്നവരോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോവുകയും പാഴൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിന്റെ കടവിൽ ചെന്ന് വന്നു കയറുകയും ചെയ്തു. അയാൾ മോഷ്ടിച്ചു കൊണ്ടുവന്ന ചക്കക്കുരു കുഴിച്ചിട്ട് മുളപ്പിച്ചുണ്ടാക്കിയ പ്ലാവിനെയാണ് ഇപ്പോൾ കീഴ്ലോകത്ത് വരിക്ക എന്ന് പറഞ്ഞു വരുന്നത്. ഇങ്ങനെ അനേകം വിശേഷങ്ങളോട് കൂടിയതാണ് പാഴൂർ പെരുന്തൃക്കോവിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉപന്യാസത്തെ അവസാനിപ്പിക്കുന്നു. അടുത്തത് ഐതിഹ്യമാല അധ്യായം 37 പാക്കനാരുടെ ഭാര്യയുടെ പാതിവ്രതം.